ബോട്ടിലിന് നെക്ക് മാത്രമേ ആവശ്യമുള്ളൂ. പിന്നെ കത്രിക, ഫെവിക്കോള് ബോട്ടിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബ്രഷ്, പിന്നെ 2 സൈഡ് ടാപ്പ്, 3D ഗ്ലിറ്റർ ഔട്ട്ലൈന് ഗോൾഡൻ കളറുള്ളത് എടുത്തിട്ടുണ്ട്. പിന്നെ ഗ്ലിറ്റർ പൗഡറും ഗോൾഡൻ കളറുള്ളത് എടുത്തിട്ടുണ്ട്. പിന്നെ റെഡ് കളറുള്ള സാറ്റൻ റിബൺ, തിന്നും ഫാറ്റും എടുത്തു. പിന്നെ ജൂട്ട് ത്രെഡ്, ഇത് ജൂട്ട് ഷീറ്റ് റൗണ്ട് ഷേപ്പിൽ വെട്ടിയിട്ട് അതൊന്നും ഒരു റൗണ്ട് ഷേപ്പിൽ വെട്ടിയെടുത്തതാണ്. പിന്നെ നമ്മുടെ വീട്ടിൽ ഫ്ലവർ വേസ് ഒക്കെ ഉണ്ടാവില്ലേ, അതിൻ്റെ ലീഫ് കട്ട് ചെയ്തെടുത്തതാണ്. പിന്നെ ഇത് ചെറിയ ബോൾസ്. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ബെൽ ഉണ്ടാക്കാൻ ആവശ്യമുള്ളത്. ആദ്യം നമുക്ക് 2 ബോട്ടിലിന്റെ നെക്ക് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് ഒറ്റയ്ക്കൊന്നും കട്ട് ചെയ്യാൻ പാടില്ല, അതുകൊണ്ട് പാരന്റ്സിനോട് ചെയ്ത് തരാൻ പറയണം. 2 ബോട്ടിലിന്റെ നെക്ക് ഇവിടെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഈ 2 ബോട്ടിലിന്റെയും മൂടി കളയെടുത്ത് അതിന്മേൽ തന്നെ വെക്കണം. അതാവശ്യമുണ്ട്. അപ്പൊ ആ മൂടിയുടെ മുകളിൽ ഒരു ഹോൾ ഇടണം. ഇനി ഈ ബോട്ടിലിന്റെ മുകളിൽ ഗം അപ്ലൈ ചെയ്തിട്ട് ഗ്ലിറ്റർ ഇട്ട് കൊടുക്കാം. കുറച്ച് കാണണ കുറച്ച് ഭാഗത്ത് നമുക്ക് ഗം അപ്ലൈ ചെയ്തിട്ട് ഗ്ലിറ്റർ പൗഡർ ഇട്ട് കൊടുക്കാം. ഈ ബെല്ലിന്റെ താഴ്ഭാഗത്ത് ഈ സാറ്റൻ റിബൺ ഒട്ടിക്കാം. ഇതുപോലെ തന്നെ രണ്ടാമത്തതും ചെയ്തെടുക്കാം. ത്രെഡ് കെട്ടിയിടാം. ഇനി മൂടി ഇത്രയ്ക്കാക്കിയിട്ട് കെട്ടാം. ഇനി ഈ സർക്കിളിന്റെ തുറന്നിട്ടുള്ള ഭാഗം കാണുന്നില്ലേ, ആ ഭാഗത്തായിട്ട് ഒട്ടിക്കാം. 2 സൈഡ് ടാപ്പ് വെച്ചിട്ടാണ് ഒട്ടിക്കുന്നത്. സാറ്റൻ റിബൺ ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഇവിടെ ഒട്ടിക്കാം. ഇനി ലീഫും ചെറിയ ബോൾസും ഒക്കെ ഒട്ടിക്കാം.
ബോണ്ടാണ് എടുത്തിരിക്കുന്നത്. 2 സൈഡ് ടാപ്പ് കൊണ്ട് ഒട്ടില്ല എന്ന് തോന്നി. ഇനി ഗ്ലിറ്റർ ഔട്ട്ലൈനർ കൊണ്ട് ലീഫും ഒക്കെ ഇങ്ങനൊന്ന് വരച്ചു കൊടുക്കാം. ഞാനിപ്പോൾ സിൽവറാണ് എടുക്കുന്നത്. ഗോൾഡൻ ചെയ്ത ഭംഗി ഉണ്ടാവില്ല എന്ന് തോന്നി. ഇനി നമുക്ക് ഈ പെന്നുകൊണ്ട് മെറി ക്രിസ്മസ് എഴുതി കൊടുക്കാം. ഗ്ലിറ്റർ ഔട്ട്ലൈനർ കൊണ്ട് എഴുതുമ്പോൾ തെറ്റാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് പെണ്ണോണ്ടൊന്ന് എഴുതി കൊടുത്തത്. ഞാനവിടെ 2 സൈഡ് ടാപ്പ് ഒട്ടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ മൂടിക്ക് ഇത് ഒട്ടിക്കാം.